നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറ്റീഷ്യൻ ടീനാസിറ്റ്. ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും കണ്ടുവരുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതായത് ഡയബറ്റീസ് ഉണ്ടാവും, ഹൈ കൊളസ്ട്രോൾ, BP, അതുപോലെ തന്നെ കാർഡിയാക് ഫെയിലിയർ, ഇതുപോലെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള ഒരു മാറ്റം ഇല്ലായ്കയാണ്. അതായത് ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ശാരീരികാരോഗ്യവും രണ്ടാമത്തേത് മാനസികാരോഗ്യമാണ്. ശാരീരികാരോഗ്യം നമുക്കിപ്പോൾ ഒരുപാട് ടോക്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് പല ഡോക്ടേഴ്സിൻ്റെയും ഡയറ്റീഷ്യൻസിൻ്റെയും ഒക്കെ കിട്ടുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ആരും തന്നെ കെയർ ചെയ്യാറില്ല, അല്ലേ? അപ്പോൾ നമുക്കറിയാം ചില സമയത്ത് വല്ലാത്തൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചില സമയത്ത് അകാരണമായിട്ട് കരച്ചിൽ വരിക, ദേഷ്യം വരിക. ലേഡീസിനാണെങ്കിൽ മെയിനായിട്ട് പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽസിനും അവരുടെ വർക്കിലുള്ള സ്ട്രെസ്സ്, ഫാമിലിയിലുള്ള സ്ട്രെസ്സ്, ഇതൊക്കെ താങ്ങാനാവുന്നതിലും അപ്പുറം ആകുമ്പോൾ ശരീരം പ്രതികരിച്ചു തുടങ്ങും. മനസ്സ് ഓക്കെ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ശരീരത്തിലോട്ട് വ്യാപിക്കും. അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴും ചിന്തിച്ചിരിക്കുക. ഓവർ തിങ്കിങ്, എപ്പോഴും വല്ലാണ്ട് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് വിടാതിരിക്കുക. ഓഫീസിലുണ്ടാകുന്ന പ്രഷർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ പ്രഷർ ഉണ്ടെങ്കിൽ അത് ഓഫീസിൽ വരുമ്പോൾ അത് ബാക്കിയുള്ള സഹപ്രവർത്തകരോട് കാണിക്കുക. ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾസ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന എന്ത് വർക്കിലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വീട്ടിലെ ജോലികൾ ചെയ്യുകയാണ്, ജസ്റ്റ് വീട്ടിലുള്ള പണികൾ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ചിന്തകൾ വേറെ രീതിയിലോട്ട് വരുന്നു. എപ്പോഴും വേറെ കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും സ്ട്രെസ്സുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു മാനസിക പിരിമുറുക്കം, അതായത് നെഗറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുകയാണ്. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പോസിറ്റീവ് സൈഡൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ എന്ത് നെഗറ്റീവ് വരുവാണെങ്കിൽ ആ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ വരുന്നുള്ളൂ. അതിനെക്കുറിച്ച്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും അതിങ്ങനെ ആലോചിച്ച് കൂട്ടുക. എൻ്റെ ലൈഫിൽ അങ്ങനെ നടന്നല്ലോ, അങ്ങനെ നടക്കാൻ പാടില്ലാത്തതല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്, അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരിക. അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരുടെ ഒരു 3-4 സെഷൻസൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മൈൻഡ് ഒന്ന് ഓക്കെ ആയി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഫാമിലിയിൽ പ്രോബ്ലംസ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുവഴി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത എല്ലാവരും തന്നെ അവരവർക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പറയണ കാര്യമല്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നവർ സന്തോഷമാണെന്നൊന്നും ആരും ധരിക്കേണ്ട. കാരണം എപ്പോഴും ഒരു മുഖത്തൊരു ചിരിയും പടർത്തി നടക്കുന്നവരുടെ ഉള്ളിലൊക്കെ വളരെ വിഷമമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലാത്തവർ പിന്നെയും എനിക്ക് തോന്നുന്നു വലിയ സ്ട്രെസ്സിലോട്ടൊന്നും പോകുന്നുണ്ടാവില്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് ബാക്കിയുള്ളവരോട് ചിലർ മിങ്കിൾ ചെയ്തൊക്കെ നടക്കുന്ന, നല്ല അടിച്ചു പൊളിച്ച് നടക്കുന്ന പലരും നമ്മൾ കണ്ടിട്ടില്ലേ, സൂയിസൈഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും, എന്തിനാ ഇങ്ങനെ ചെയ്ത്, ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പുറമെ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്, ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് എന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫ് ഹാപ്പി ആവണമെന്നില്ലല്ലോ. എൻ്റെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് തീർച്ചയായിട്ടും നടത്തിയിരിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ പോലും എന്ന് പറയുന്നതായിരിക്കും ശരി, പലർക്കും ഇപ്പോഴും സൈക്കോളജിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല. ഒളിച്ചും പതുങ്ങിയൊക്കെ പോകുന്നവരുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. എൻ്റെ ഒരു റിലേറ്റീവ് ഇതുപോലെ തന്നെ വണ്ടിയൊക്കെ കുറേ മാറ്റിയൊക്കെ വെച്ചിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് ഓടിയൊക്കെ കയറുന്നവരുടെ വീട്ടിലോട്ട്. അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ അല്ലെങ്കിൽ നമ്മൾക്ക് ഫിസിക്കലി ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താ ചെയ്യുക? സാധാരണ ഡോക്ടേഴ്സിനെ പോയി കാണില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഡോക്ടറാണ് കൗൺസിലിംഗ് ചെയ്യുന്നവർ, സൈക്കോളജിസ്റ്റ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അല്ലാതെ അതൊരു വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ടൊന്നും ആരും എടുക്കേണ്ട കാര്യമില്ല. അവർ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെയും ഫിസിക്കൽ ഹെൽത്ത് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും. പിന്നെ ഡയറ്റും വർക്കൗട്ടും കൂടെ വേണം കേട്ടോ. വെറുതെ എല്ലാം വാരി വലിച്ച് കഴിച്ചിട്ട് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കിയിട്ട് കാര്യമില്ല. എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്ത് നിർത്തുക. യോഗ, മെഡിറ്റേഷൻ അതൊക്കെ സഹായിക്കും. കൗൺസിലിങ്ങിന് പോകേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ പോവുക. ഇനി ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുക, മര്യാദക്ക് പോർഷൻ കൺട്രോളിലൊക്കെ ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ എക്സസൈസ്, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നമ്മളെപ്പോഴും ഓക്കെ ആയിട്ടിരിക്കും. നമുക്ക്
ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതുപോലുള്ള അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിവരില്ല. മെൻ്റലി ഫിസിക്കലി ആർക്കും നമ്മളെ കീഴ്പ്പെടുത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.